Once again, welcome back to my YouTube channel. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ആണിത്. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ അടുത്ത് ബാങ്ക് ഉണ്ടോ? ഇതെങ്ങനെ ചോദിക്കും? ഈസ് ദെയർ എ ബാങ്ക് നിയർ ഹിയർ? ഈസ് ദെയർ എ ബാങ്ക് നിയർ ഹിയർ? ഈസ് ദെയർ എന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്നുള്ള മീനിങ് ആണ്. നിയർ ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് എന്നാണ്. സോ ഈസ് ദെയർ എ ബാങ്ക് നിയർ ഹിയർ എന്ന് ചോദിച്ചാൽ ഇവിടെ അടുത്ത് ബാങ്ക് ഉണ്ടോ എന്നാണ് മീനിങ്. ഇനി ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് ഉണ്ട്, ഇവിടെ അടുത്ത് ബാങ്ക് ഉണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? യെസ് ദെയർ ഈസ് എ ബാങ്ക് നിയർ ബൈ. യെസ് ദെയർ ഈസ് എ ബാങ്ക് നിയർ ബൈ. നിയർ ബൈ എന്ന് പറഞ്ഞാൽ സമീപത്ത് എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ അടുത്ത് എന്നുള്ള മീനിങ് ആണ്. സോ യെസ് ദെയർ ഈസ് എ ബാങ്ക് നിയർ ബൈ എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇവിടെ അടുത്ത് ബാങ്ക് ഉണ്ട് എന്നാണ് മീനിങ്. ഈസ് ദെയർ എ ബാങ്ക് നിയർ ഹിയർ? യെസ് ദെയർ ഈസ് എ ബാങ്ക് നിയർ ബൈ. ഇനി ഇത് നിൻ്റേതാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് ഇറ്റ് യുവേഴ്സ്? ഈസ് ഇറ്റ് യുവേഴ്സ്? യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിൻ്റേത് എന്നുള്ള മീനിങ് ആണ്. ഇനി അത് എൻ്റേതാണ് എന്ന് പറയണമെങ്കിലോ? യെസ് ഇറ്റ്സ് മൈൻ. യെസ് ഇറ്റ്സ് മൈൻ. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസിൻ്റെ ഷോർട്ടാണ്. മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്നാണ്. സോ അത് എൻ്റേതാണ് എന്ന് പറയാനാണ് ഇറ്റ്സ് മൈൻ. ഇസ് ഇറ്റ് യുവേഴ്സ്? യെസ് ഇറ്റ്സ് മൈൻ. ഇനി അടുത്തത്, അവൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നത് ഡു യു നോ എന്നാണ്. നോ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് മീനിങ്. അവൻ ആരാണ്? അതെങ്ങനെ ചോദിക്കും? ഹൂ ഹി ഈസ്. ഡു യു നോ ഹൂ ഹി ഈസ് എന്ന് പറഞ്ഞാൽ അവൻ ആരാണെന്ന് നിനക്കറിയാമോ എന്നാണ് മീനിങ്. ഇനി ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് ഇല്ല എനിക്കറിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? നോ ഐ ഡോണ്ട് നോ, അല്ലെങ്കിൽ ഐ ഹാവ് നോ ഐഡിയ എന്ന് പറയാം. ഐ ഹാവ് നോ ഐഡിയ രണ്ടിൻ്റെയും മീനിങ് എനിക്കറിയില്ല എന്ന് തന്നെയാണ്. ഡു യു നോ ഹൂ ഹി ഈസ്? നോ ഐ ഡോണ്ട് നോ, അല്ലെങ്കിൽ ഐ ഹാവ് നോ ഐഡിയ. ഇനി നീ തമാശ പറയുകയായിരിക്കണം എന്ന് പറയണം. അതെങ്ങനെ പറയും? യു മസ്റ്റ് ബി ജോക്കിംഗ്. ജോക്ക് എന്ന് പറഞ്ഞാൽ തമാശ എന്നാണ്. സോ നീ തമാശ പറയുകയായിരിക്കണം എന്ന് പറയാനാണ് യു മസ്റ്റ് ബി ജോക്കിംഗ്. ഇനി അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്, അതായത് ഞാൻ കളിയല്ലാതെ പറഞ്ഞതാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? നോ ഐ ആം സീരിയസ്. നോ ഐ ആം സീരിയസ്. അതായത് ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, ഗൗരവത്തിൽ തന്നെ പറഞ്ഞതാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവൾക്ക് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട്സ് റോങ് വിത്ത് ഹെർ? വാട്ട്സ് റോങ് വിത്ത് ഹെർ എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്താണ് കുഴപ്പം എന്നുള്ള മീനിങ് ആണ്. ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് അവൾക്ക് സുഖമില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഷീ ഈസ് സിക്ക്. ഷീ ഈസ് സിക്ക്. സിക്ക് എന്ന് പറഞ്ഞാൽ സുഖമില്ല അല്ലെങ്കിൽ വയ്യായികയാണ് എന്നുള്ള അർത്ഥമാണ്. വാട്ട്സ് റോങ് വിത്ത് ഹെർ? ഷീ ഈസ് സിക്ക്. ഇനി നിനക്ക് വേണ്ടി എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് ദർ എനിത്തിങ് എൽസ് ഐ ക്യാൻ ഡു ഫോർ യു? ഈസ് ദർ എനിത്തിങ് എൽസ് ഐ ക്യാൻ ഡു ഫോർ യു? എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും എന്നുള്ള അർത്ഥമാണ്. ഐ ക്യാൻ ഡു ഫോർ യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് എന്നാണ് മീനിങ്. ഈസ് ദർ എനിത്തിങ് എൽസ് ഐ ക്യാൻ ഡു ഫോർ യു? ഇനി അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഇല്ല നിങ്ങൾ സമയത്തിന് നന്ദി എന്ന് പറയണം. അതെങ്ങനെ പറയും? നോ താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ യുവർ ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയത്തിന് നന്ദി എന്നാണ് മീനിങ്. ഈസ് ദർ എനിത്തിങ് എൽസ് ഐ ക്യാൻ ഡു ഫോർ യു? നോ താങ്ക് യു ഫോർ യുവർ ടൈം. ഇനി അടുത്തത്, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് എനിക്ക് പണം അടയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ക്യാൻ ഐ പേ ബൈ ക്രെഡിറ്റ് കാർഡ്? ക്യാൻ ഐ പേ ബൈ ക്രെഡിറ്റ് കാർഡ്? ഇനി ക്ഷമിക്കണം, ഞങ്ങൾ പണമായിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? സോറി വി ഓൺലി ടേക്ക് ക്യാഷ്. സോറി വി ഓൺലി ടേക്ക് ക്യാഷ്. ഓൺലി ടേക്ക് ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് മാത്രമേ സ്വീകരിക്കാറുള്ളൂ എന്നാണ് മീനിങ്. സോ ക്യാൻ ഐ പേ ബൈ ക്രെഡിറ്റ് കാർഡ്? സോറി വി ഓൺലി ടേക്ക് ക്യാഷ്. ഇനി അടുത്തത്, എല്ലാം എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ ഈസ് എവറിത്തിങ് ഗോയിങ്? ഹൗ ഈസ് എവറിത്തിങ്
ഗോയിങ്. എവറിത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്നുള്ള അർത്ഥമാണ്. സോ എല്ലാം എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കാനാണ് ഹൗ ഈസ് എവറിത്തിങ് ഗോയിങ്. ഇനി എല്ലാം ഓക്കെ ആണ്, ചോദിച്ചതിന് നന്ദി എന്ന് പറയണം. അതെങ്ങനെ പറയും? എവറിത്തിങ് ഈസ് ഫൈൻ, താങ്ക്സ് ഫോർ ആസ്കിങ്. എവറിത്തിങ് ഈസ് ഫൈൻ, താങ്ക്സ് ഫോർ ആസ്കിങ്. എവറിത്തിങ് ഈസ് ഫൈൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണ് എന്നുള്ള മീനിങ് ആണ്. താങ്ക്സ് ഫോർ ആസ്കിങ് എന്ന് പറഞ്ഞാൽ ചോദിച്ചതിന് നന്ദി എന്നാണ് മീനിങ്. ഹൗ ഈസ് എവറിത്തിങ് ഗോയിങ്? എവറിത്തിങ് ഈസ് ഫൈൻ, താങ്ക്സ് ഫോർ ആസ്കിങ്. ഇനി അടുത്തത്, അവന് എങ്ങനെ നിങ്ങളെ ബന്ധപ്പെടാൻ കഴിയും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ബന്ധപ്പെടുക എന്ന് പറയാൻ ഗെറ്റ് ഇൻ ടച്ച് എന്ന് പറയാം. സോ ഹൗ ക്യാൻ ഹി ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു എന്ന് ചോദിച്ചാൽ അവന് നിങ്ങളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയും എന്നാണ് മീനിങ്. ഹൗ ക്യാൻ ഹി ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. ഹൗ ക്യാൻ ഹി എന്ന് പറഞ്ഞാൽ അവന് എങ്ങനെ കഴിയും എന്നാണ്. ഗെറ്റ് ഇൻ ടച്ച് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാൻ, വിത്ത് യു എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട്. സോ ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് അവന് ഉച്ചയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയാം? ഹി ക്യാൻ കോൾ മീ എനി ടൈം ഇൻ ദി ആഫ്റ്റർനൂൺ. ഹി ക്യാൻ കോൾ മീ എനി ടൈം ഇൻ ദി ആഫ്റ്റർനൂൺ. എനി ടൈം ഇൻ ദി ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും എന്നുള്ള അർത്ഥമാണ്. ഹി ക്യാൻ കോൾ മീ എന്ന് പറഞ്ഞാൽ അവൻ എന്നെ വിളിക്കാം എന്നാണ് മീനിങ്. ഹൗ ക്യാൻ ഹി ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു? ഹി ക്യാൻ കോൾ മീ എനി ടൈം ഇൻ ദി ആഫ്റ്റർനൂൺ. ഇനി അടുത്തത്, എവിടെ നിന്ന് എനിക്കൊരു ടാക്സി കിട്ടാനാകും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വേർ ക്യാൻ ഐ ഗെറ്റ് എ ടാക്സി? വേർ ക്യാൻ ഐ ഗെറ്റ് എ ടാക്സി? അതായത് എവിടെ നിന്ന് എനിക്കൊരു ടാക്സി കിട്ടാനാകും എന്നുള്ള മീനിങ് ആണ്. ഇനി നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നിന്ന് ടാക്സി ലഭിക്കാനാകും എന്ന് പറയണം. അതെങ്ങനെ പറയും? യു ക്യാൻ ഗെറ്റ് എ ടാക്സി ഫ്രം ജസ്റ്റ് ഔട്ട്സൈഡ് ദ റെയിൽവേ സ്റ്റേഷൻ. യു ക്യാൻ ഗെറ്റ് എ ടാക്സി ഫ്രം ജസ്റ്റ് ഔട്ട്സൈഡ് ദ റെയിൽവേ സ്റ്റേഷൻ. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നിന്ന് നിങ്ങൾക്ക് ടാക്സി ലഭിക്കാനാകും എന്നാണ് മീനിങ്. വേർ ക്യാൻ ഐ ഗെറ്റ് എ ടാക്സി? യു ക്യാൻ ഗെറ്റ് എ ടാക്സി ഫ്രം ജസ്റ്റ് ഔട്ട്സൈഡ് ദ റെയിൽവേ സ്റ്റേഷൻ. ഇനി അടുത്തത്, നിനക്ക് ഏതാണ് ഇഷ്ടം, ചായയാണോ കാപ്പിയാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വിച്ച് വൺ വുഡ് യു പ്രിഫർ, ടീ ഓർ കോഫി? വിച്ച് വൺ വുഡ് യു പ്രിഫർ, ടീ ഓർ കോഫി? വിച്ച് വൺ എന്ന് പറഞ്ഞാൽ ഏത് എന്നുള്ള മീനിങ് ആണ്. വുഡ് യു പ്രിഫർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതിനാണ് മുൻഗണന കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ്. ഇനി എനിക്ക് കാപ്പിയേക്കാൾ ചായയാണ് ഇഷ്ടം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ പ്രിഫർ ടീ ടു കോഫി. ഐ പ്രിഫർ ടീ ടു കോഫി. അതായത് എനിക്ക് കാപ്പിയേക്കാൾ ചായയാണ് ഇഷ്ടം എന്നാണ് മീനിങ്. ഐ പ്രിഫർ ടീ ടു കോഫി. Which one would you prefer, tea or coffee? I prefer tea to coffee. ഇനി അടുത്തത്, എപ്പോൾ മീറ്റിംഗ് തുടങ്ങും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? When will the meeting start? When will the meeting start? സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങുക. സോ മീറ്റിംഗ് എപ്പോൾ തുടങ്ങും എന്ന് ചോദിക്കാനാണ് when will the meeting start. സോ മീറ്റിംഗ് രാവിലെ കൃത്യം 10 മണിക്ക് തുടങ്ങും എന്ന് പറയണം. അതെങ്ങനെ പറയും? The meeting will start at exactly 10 o'clock in the morning. The meeting will start at exactly 10 o'clock in the morning. At exactly 10 o'clock എന്ന് പറഞ്ഞാൽ കൃത്യം 10 മണിക്ക് എന്നുള്ള മീനിങ് ആണ്. ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ. സോ രാവിലെ കൃത്യം 10 മണിക്ക് മീറ്റിംഗ് തുടങ്ങും എന്ന് പറയാനാണ് the meeting will start at exactly 10 o'clock in the morning. ഇനി അടുത്തത്, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. ഇത് വളരെ ഷോർട്ടായിട്ട് നീഡ് എനിത്തിങ് എൽസ് എന്ന് ചോദിക്കാം. നീഡ് എനിത്തിങ് എൽസ്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നാണ്. എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും എന്നുള്ള മീനിങ് ആണ്. നീഡ് എനിത്തിങ് എൽസ്? വേണ്ട, നന്ദി എന്ന് പറയണം. നോ താങ്ക് യു. നോ താങ്ക് യു. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് എനിത്തിങ് ലെഫ്റ്റ്? ഈസ് എനിത്തിങ് ലെഫ്റ്റ്? അതായത് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാണ് മീനിങ്. ഈസ് എനിത്തിങ് ലെഫ്റ്റ്? ഒന്നും ബാക്കിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? നത്തിങ് ഈസ് ലെഫ്റ്റ്. നത്തിങ് ഈസ് ലെഫ്റ്റ്. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള മീനിങ് ആണ്. ഈസ് എനിത്തിങ് ലെഫ്റ്റ്? നത്തിങ് ഈസ് ലെഫ്റ്റ്. ഇനി എന്തെങ്കിലും ജോലിയൊക്കെ നീ ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കാം? ആർ യു ഡൺ? ആർ യു ഡൺ?
എന്ന് ചോദിച്ചാൽ നീ അത് ചെയ്ത് കഴിഞ്ഞോ എന്നുള്ള മീനിങ് ആണ്. ഇനി ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയണമെങ്കിലോ യെസ് ഐ ആം ഡൺ എന്ന് പറയാം. യെസ് ഐ ആം ഡൺ, അതായത് ഞാൻ ആ ജോലി പൂർത്തിയാക്കി എന്നുള്ള മീനിങ് ആണ്. ഇനി നിനക്ക് തിരക്കാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആർ യു ബിസി? ആർ യു ബിസി? ബിസി എന്ന് പറഞ്ഞാൽ തിരക്ക് എന്നാണ്. സോ നീ തിരക്കാണോ എന്ന് ചോദിക്കാനാണ് ആർ യു ബിസി. ഇനി ഞാൻ ഫ്രീ ആണ് എന്ന് പറയണമെങ്കിലോ നോ ഐ ആം ഫ്രീ. നോ ഐ ആം ഫ്രീ. ഇനി നിനക്ക് ഭ്രാന്താണോ അല്ലെങ്കിൽ നിനക്ക് വട്ടാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ? അങ്ങനെ എങ്ങനെ ചോദിക്കും? ആർ യു ക്രേസി? ആർ യു ക്രേസി? ക്രേസി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് ഉള്ള എന്നുള്ള അർത്ഥമാണ്. സോ നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കാനാണ് ആർ യു ക്രേസി. ഇനി നമ്മൾ ഇടയ്ക്ക് പറയത്തില്ല കുറച്ച് എന്ന് പറയണമെങ്കിലോ യെസ് എ ലിറ്റിൽ. യെസ് എ ലിറ്റിൽ, അതായത് കുറച്ച് എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹാസ് സംവൺ കം? ഹാസ് സംവൺ കം? സംവൺ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നുള്ള മീനിങ് ആണ്. സോ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് ഹാസ് സംവൺ കം. ഇവിടെ ഹാസ് വന്നതുകൊണ്ട് വേർബിൻ്റെ V3 ഫോം ആണ് വരേണ്ടത്. കമ്മിൻ്റെ V3 ഫോം കമ്മ് തന്നെയാണ്. ഇനി ആരും വന്നിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? നോബഡി ഹാസ് കം. നോബഡി ഹാസ് കം, അതായത് ആരും വന്നിട്ടില്ല എന്നാണ് മീനിങ്. ഇനി എത്ര മണിക്ക് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? അറ്റ് വാട്ട് ടൈം. അറ്റ് വാട്ട് ടൈം, അതായത് എത്ര മണിക്ക് എന്നുള്ള മീനിങ് ആണ്. ഇനി എത്ര സമയമാണോ അറ്റ് കഴിഞ്ഞിട്ട് അത് പറയുക. 2 മണിക്ക് എന്ന് പറയണമെങ്കിൽ അറ്റ് 2 o'clock. ഇനി നീ എഴുന്നേറ്റോ എന്ന് ചോദിക്കണം. ഇത് വളരെ സിമ്പിളായിട്ട് ആർ യു അപ്പ് എന്ന് ചോദിക്കാം. ആർ യു അപ്പ്, അതായത് നീ എഴുന്നേറ്റോ എന്നുള്ള മീനിങ് ആണ്. ഇനി ഞാൻ എഴുന്നേറ്റു എന്ന് പറയണമെങ്കിലോ യെസ് ഐ ആം അപ്പ്. യെസ് ഐ ആം അപ്പ്, അതായത് ഞാൻ എഴുന്നേറ്റു എന്നുള്ള മീനിങ് ആണ്. ഇനി അത് സാധ്യമാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഇസ് ഇറ്റ് പോസിബിൾ? ഇസ് ഇറ്റ് പോസിബിൾ? പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യം എന്നുള്ള മീനിങ് ആണ്. സോ അത് സാധ്യമാണോ എന്ന് ചോദിക്കാനാണ് ഇസ് ഇറ്റ് പോസിബിൾ. ഇനി അത് സാധ്യമല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഇംപോസിബിൾ എന്ന് പറഞ്ഞാൽ അസാധ്യം എന്നുള്ള മീനിങ് ആണ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഇനി നീ ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡിഡ് യു നോട്ടീസ്? ഡിഡ് യു നോട്ടീസ്? സോ ഇതിന് വളരെ ഷോർട്ടായിട്ട് ഇല്ല എന്ന് റിപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയാണ്? നോ ഐ ഡിഡൻറ്റ്. നോ ഐ ഡിഡൻറ്റ്. സോ ഇവിടെ ഷോർട്ടാക്കി ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നോ ഐ ഡിഡൻറ്റ് എന്ന് പറഞ്ഞത്. ഇനി നമ്മളിപ്പോൾ ആരെങ്കിലും ഫോൺ വിളിക്കുമ്പം ഇന്നയാളോട് എനിക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാറില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? അതായത് എനിക്ക് അഞ്ജുവിനോട് സംസാരിക്കാൻ കഴിയുമോ? ഇതെങ്ങനെ ചോദിക്കും? ക്യാൻ ഐ സ്പീക്ക് ടു അഞ്ജു പ്ലീസ്? ക്യാൻ ഐ സ്പീക്ക് ടു അഞ്ജു പ്ലീസ്? അതായത് എനിക്ക് അഞ്ജുവിനോട് ദയവായിട്ട് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള മീനിങ് ആണ്. ഇനി നമ്മളെ വിളിച്ചാൽ ചോദിക്കുന്നെങ്കിൽ ഈ നിമിഷം അവൾ ഇവിടെ ഇല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഷീ ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെൻറ്റ്. ഷീ ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെൻറ്റ്, അതായത് ഈ നിമിഷം അവൾ ഇവിടെ ഇല്ല എന്നാണ് മീനിങ്. ഷീ ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെൻറ്റ്. ഇനി നിനക്ക് ഒഴിവ് സമയമുള്ളപ്പോൾ നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ഡു യു ഡു വെൻ യു ഹാവ് ഫ്രീ ടൈം? വാട്ട് ഡു യു ഡു വെൻ യു ഹാവ് ഫ്രീ ടൈം? വെൻ യു ഹാവ് ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ നിനക്ക് ഒഴിവ് സമയം ഉള്ളപ്പോൾ എന്നുള്ള അർത്ഥമാണ്. എനിക്ക് വായിക്കാനും പാട്ട് കേൾക്കാനും ഇഷ്ടമാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ലവ് ടു റീഡ് ആൻഡ് ലിസൺ ടു മ്യൂസിക്. ഐ ലവ് ടു റീഡ് ആൻഡ് ലിസൺ ടു മ്യൂസിക്. ലിസൺ ടു മ്യൂസിക് എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കുക എന്നുള്ള മീനിങ് ആണ്. റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക. സോ എനിക്ക് വായിക്കാനും പാട്ട് കേൾക്കാനും ഇഷ്ടമാണ് എന്ന് പറയാനാണ് ഐ ലവ് ടു റീഡ് ആൻഡ് ലിസൺ ടു മ്യൂസിക്. സോ വാട്ട് ഡു യു ഡു വെൻ യു ഹാവ് ഫ്രീ ടൈം? ഐ ലവ് ടു റീഡ് ആൻഡ് ലിസൺ ടു മ്യൂസിക്. ഇനി അടുത്തത് നിനക്ക് എപ്പോഴാണത് വേണ്ടത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വെൻ ഡു യു നീഡ് ഇറ്റ്? വെൻ ഡു യു നീഡ് ഇറ്റ്? അതായത് എപ്പോഴാണ് നിനക്കത് വേണ്ടത് എന്നാണ് മീനിങ്. എത്രയും വേഗം എന്ന് പറയണമെങ്കിലോ as soon as possible. as soon as possible. So when do you need it? as soon as possible. ഇനി നിനക്കത് എത്രയും പെട്ടെന്ന് വേണോ എന്ന് ചോദിക്കണമെങ്കിലോ ഡു യു നീഡ് ഇറ്റ് as soon as possible. do you need it as soon as possible? അതായത് നിനക്കത് എത്രയും പെട്ടെന്ന് വേണോ എന്നുള്ള മീനിങ് ആണ്.
ഇനി അത്ര ധൃതിയൊന്നും ഇല്ല എന്ന് പറയണമെങ്കിലോ there is no hurry എന്ന് പറയാം. there is no hurry, അതായത് അത്ര ധൃതിയൊന്നുമില്ല എന്നാണ് മീനിങ്. there is no hurry. ഇനി ഈ താക്കോലുകൾ ആരുടേതാണ് എന്ന് ചോദിക്കണം. ആരുടേത് എന്ന് പറയുന്നത് whose എന്നാണ്. സോ whose keys are these എന്ന് ചോദിച്ചാൽ ഈ താക്കോലുകൾ ആരുടേതാണ് എന്നാണ് മീനിങ്. ഇനി ഈ താക്കോലുകൾ അവളുടേതാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? these keys are hers. these keys are hers എന്ന് പറഞ്ഞാൽ ഈ താക്കോലുകൾ അവളുടേതാണ് എന്നാണ്. hers എന്ന് വെച്ചാൽ അവളുടേത് എന്നുള്ള മീനിങ് ആണ്. ഇനി നമ്മൾ ആർക്കെങ്കിലും ചായയോ കാപ്പിയോ ഒക്കെ എടുക്കാൻ നേരത്ത് നമ്മൾ പഞ്ചസാര ഇടണോ അല്ലെങ്കിൽ മധുരം ഇടണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഹൗ ഡു യു വോണ്ട് യുവർ കോഫി. ഹൗ ഡു യു വോണ്ട് യുവർ കോഫി, അതായത് നിനക്ക് നിന്റെ കാപ്പി എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള മീനിങ് ആണ്. ഇനി കുറച്ച് പാലൊഴിച്ച് മധുരമിടാതെ എന്ന് പറയണമെങ്കിലോ വിത്ത് ജസ്റ്റ് എ ലിറ്റിൽ മിൽക്ക് ആൻഡ് നോ ഷുഗർ പ്ലീസ് എന്ന് പറയാം. വിത്ത് ജസ്റ്റ് എ ലിറ്റിൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം പാലൊഴിച്ച് എന്നുള്ള മീനിങ് ആണ്. ആൻഡ് നോ ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇല്ലാതെ എന്നാണ് മീനിങ്. ഇനി നീ പാചകം ചെയ്യാൻ എവിടെ നിന്നാണ് പഠിച്ചത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വേർ ഡിഡ് യു ലേൺ ടു കുക്ക്. വേർ ഡിഡ് യു ലേൺ ടു കുക്ക്, അതായത് കുക്ക് ചെയ്യാൻ, പാചകം ചെയ്യാൻ എവിടെ നിന്നാണ് പഠിച്ചത് എന്നാണ് മീനിങ്. സോ ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെല്ലാം എന്നെ പഠിപ്പിച്ചു എന്ന് പറയണം. അതെങ്ങനെ പറയും? അറ്റ് ഹോം മൈ മദർ ടോട്ട് മീ എവ്രിതിങ്. മൈ മദർ ടോട്ട് മീ എവ്രിതിങ്. ടീച്ചിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടോട്ട്. സോ മൈ മദർ ടോട്ട് മീ എവ്രിതിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നെയെല്ലാം പഠിപ്പിച്ചു എന്നാണ് മീനിങ്. ഇനി അടുത്തത് ഇതിലേതാണ് നിനക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? Which one do you want to use? Which one do you want to use? Which one എന്ന് പറഞ്ഞാൽ ഏത് എന്നുള്ള മീനിങ് ആണ്. Do you want to use എന്ന് പറഞ്ഞാൽ നിനക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ള മീനിങ് ആണ്. ഇനി നീ ഏതാണോ ഉപയോഗിക്കാത്തത് അത് ഞാൻ ഉപയോഗിച്ചോളാം എന്ന് പറയണം. അതെങ്ങനെ പറയും? I will use whichever one you are not using. I will use whichever one you are not using. I will use എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കാം എന്നാണ്. whichever one എന്ന് പറഞ്ഞാൽ ഏതാണോ എന്നുള്ള മീനിങ് ആണ്. you are not using എന്ന് പറഞ്ഞാലോ നീ ഉപയോഗിക്കാത്തത് എന്നുള്ള മീനിങ് ആണ്. I will use whichever one you are not using. ഇനി അടുത്തത് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കാം? How was the movie? How was the movie? അതായത് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഇനി അത് രസകരമായിരുന്നു, നീ അത് കാണണം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്, യു ഷുഡ് വാച്ച് ഇറ്റ്. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്, യു ഷുഡ് വാച്ച് ഇറ്റ്. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രസകരം എന്നാണ്. സോ അത് വളരെ രസകരമായിരുന്നു എന്ന് പറയാനാണ് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി നീ അത് കാണണം എന്നെങ്ങനെ പറയും? യു ഷുഡ് വാച്ച് ഇറ്റ്. യു ഷുഡ് വാച്ച് ഇറ്റ്, അതായത് നീ അത് കാണണം എന്നാണ് മീനിങ്. വാച്ച് എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ് മീനിങ്. ഇനി നീ എവിടെ പോയി എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഇത് കഴിഞ്ഞ കാര്യമാണ്. ഡിഡ് എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. വേർ ഡിഡ് യു ഗോ. വേർ ഡിഡ് യു ഗോ, അതായത് നീ എവിടെ പോയി എന്നാണ് മീനിങ്. ഇനി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോയി എന്ന് പറയണം. അതെങ്ങനെ പറയും? I went shopping with my friend. I went shopping with my friend. I went shopping എന്ന് പറഞ്ഞാൽ ഞാൻ ഷോപ്പിങ്ങിന് പോയി എന്നാണ്. വിത്ത് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. Where did you go? I went shopping with my friend. ഇനി നീ എന്ത് വാങ്ങി എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? What did you buy? വാട്ട് ഡിഡ് യു ബൈ. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. സോ വാട്ട് ഡിഡ് യു ബൈ. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നാണ്. സോ നീ എന്ത് വാങ്ങി എന്ന് ചോദിക്കാനാണ് വാട്ട് ഡിഡ് യു ബൈ. ഇനി ഞാൻ വിലക്കുറവിൽ വെച്ചിരുന്ന കുറച്ച് പുതിയ ഡ്രസ്സുകൾ വാങ്ങി എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ബോട്ട് സം ന്യൂ ക്ലോത്ത്സ് ഓൺ സെയിൽ. ഓൺ സെയിൽ എന്ന് പറഞ്ഞാൽ വിലക്കുറവിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. വിലക്കുറവിൽ വെച്ചിരുന്ന കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങി എന്ന് പറയാനാണ് ഐ ബോട്ട് സം ന്യൂ ക്ലോത്ത്സ് ഓൺ സെയിൽ. വാട്ട് ഡിഡ് യു ബൈ? ഐ ബോട്ട് സം ന്യൂ ക്ലോത്ത്സ് ഓൺ സെയിൽ.
സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.